പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ റോമിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പഠിപ്പിക്കുന്നു: ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഒരു ജഡികമായ ഒരവസ്ഥയാണ്, ജഡത്തിൻ്റെ വലിയൊരു അവസ്ഥയാണ് കോപം. അപ്പോൾ മറ്റുള്ളവരോട് കോപിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും മരിക്കും. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്നവർ പലരും വിചാരിക്കും, ശരി, അല്ലെങ്കിലും മരിക്കും. ഇവിടെ മരണം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ മരണത്തെക്കുറിച്ചാണ്, ശരീരത്തിൻ്റെ മരണത്തെക്കുറിച്ചല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഒരു ജഡിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജഡത്തിൽ കുടികൊള്ളുന്ന ഒരു സ്വഭാവ വൈകല്യമാണ് ഈ പറയപ്പെട്ട കോപം. ഈ കോപാവസ്ഥ ഒരുപക്ഷെ ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നത് അവൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ജീനിലൂടെയാകാം. ആ സ്വഭാവ വൈകല്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കോപ സ്വഭാവം കടന്നു വന്നത് തലമുറകളിലൂടെ കടന്നു വന്നതാകാം, ജീനിലൂടെ കടന്നു വന്നതാകാം. പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവിനാൽ അതിനെ നിഹനിച്ചാൽ മാത്രമേ ഇവിടെ വിമോചനമുള്ളൂ. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ കോപിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു മേഖല ജഡത്തിൻ്റെ ഒരു അവസ്ഥയാണ് കൊതി. വലിയ കൊതിയന്മാരായി മാറ്റപ്പെടുന്നു. അതും ഒരു മൂലപാപത്തിൻ്റെ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊതി ചിലർക്ക് മദ്യം കഴിക്കാനായിട്ടുള്ള കൊതിയാകാം, വേറെ ചിലർക്ക് വേറെ ചില സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള കൊതിയാകാം, അതല്ലെങ്കിൽ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചില തിന്മ പ്രവൃത്തികൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള കൊതിയാകാം, പണത്തോടുള്ള കൊതിയാകാം, ജഡത്തോടുള്ള കൊതിയാകാം. ഇങ്ങനെ പലതരത്തിലുള്ള കൊതിയുണ്ട്. പക്ഷേ പലപ്പോഴും കൊതിയന്മാർക്ക് പലതും കിട്ടാതെ വന്നു കഴിയുമ്പോഴും കോപിക്കുന്നവരുണ്ട്. ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കോപമുണ്ട്. മറ്റുള്ളവരുടെ വളർച്ചയിൽ ആ വ്യക്തിയോട് കോപിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തി നന്നായിട്ട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു ദിവ്യജ്ഞാനി പറയുകയാണ്, നീ എന്ത് പ്രസംഗിച്ചത്? നീ എന്താ പറഞ്ഞത്? അങ്ങനെ പറയാൻ കൊള്ളാവോ? അത് ശരിയാണോ? എന്ന് പറഞ്ഞുകൊണ്ട് കോപിക്കുകയും തട്ടിക്കയറുകയും ചെയ്യുന്ന അധികാരികൾ പോലുമുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ആ പ്രസംഗത്തിൻ്റെ ശൈലി മറ്റേ ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ വ്യക്തി പറഞ്ഞ വചനം ഒരുപക്ഷെ ഈ കേട്ടുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിൻ്റെ പേരിലായിരിക്കാം കോപിക്കുന്നത്. ഞാനൊരു ശുശ്രൂഷാ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരു വ്യക്തി നല്ല സൽപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, നീ അങ്ങനെ എന്തിനു ചെയ്ത്, ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് കോപിക്കുകയും തട്ടിക്കയറുകയും ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. ഒരു നല്ല കാരുണ്യ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയല്ലായിരുന്നല്ലോ അത് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലായിരുന്നോ ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് തട്ടിക്കയറുന്നവരും കോപിക്കുന്നവരും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പല വ്യക്തികളുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ എൻ്റെ സ്വഭാവത്തിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു പുരുഷനെ സംബന്ധിച്ച്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിലേക്ക് നോക്കിയിരുന്നാൽ ഭർത്താവിൻ്റെ കുറവുകൾ മാത്രമേ ആ ഭാര്യയ്ക്ക് കാണുവാൻ പറ്റുള്ളൂ. ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയുടെ കുറവുകൾ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവളുടെ കുറവേ കാണുകയുള്ളൂ, അവൻ്റെ കുറവ് അവന് കാണാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ മക്കളുടെ കുറവിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് അവരുടെ കുറവ് കണ്ടെത്താൻ പറ്റത്തില്ല. ഓരോ വ്യക്തിയും അവനിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് അവനിലുള്ള കുറവുകൾ കണ്ടെത്താൻ പറ്റുന്നത്.
ഓരോ വ്യക്തിയും അവനവനിലുള്ള കുറവുകൾ കണ്ടെത്തി ആ കുറവിനെ തിരുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴാണ് ദൈവത്തിന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ. ഒരു വ്യക്തിക്കും വ്യക്തിപരമായിട്ട് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ ദൈവത്തോടു കൂടെ സഹകരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് സഹകരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന് ആ വ്യക്തിയിൽ ഇടപെടാനോ ഒന്നും ചെയ്യാനോ സാധിക്കത്തില്ല. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന ചെയ്യണം. ഞാനൊരു ജഡികമായ അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? ആ ജഡികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തിന്ന് കുടിച്ച് സുഖിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ നെട്ടോട്ടം ഓടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അതിനുവേണ്ടി മറ്റുള്ളവരുടെ മുതുകത്ത് അതിൽ കിട്ടാത്തതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ കോപിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കണമേ, കർത്താവേ, എന്നിലുള്ള ഈ സ്വഭാവ വൈകല്യത്തെ എന്നിൽ നിന്ന് എടുത്തുമാറ്റി എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജഡികരായി ജീവിക്കുന്ന നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ, ശരീരത്തിൽ ഒത്തിരി പ്രവണതകളുണ്ട്. കോപം, അരിശം, ദേഷ്യം, വിദ്വേഷം, വാശി, വൈരാഗ്യം, തിന്മ എന്നുകൊണ്ട് സകല കേസുകളും ഒരു മനുഷ്യൻ്റെ ജഡത്തിൽ കൂടി കൊള്ളുന്നുണ്ട്. ഇതിനെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നാം ഓരോരുത്തരും നിഹനിക്കുമ്പോൾ മാത്രമാണ്, പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ആത്മീയ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കും. ആ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് തിരുസഭയിലൂടെ. ഓരോ കുദാശകളിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിലുള്ള ഈ പറയപ്പെട്ട കൊതിയും ജഡികമായ അവസ്ഥകളും ഒക്കെ നമ്മളിൽ നിന്നും മാറ്റപ്പെടുന്നതും നാം ഓരോരുത്തരും അനുഗ്രഹത്തിൻ്റെ പുത്രന്മാരായി മാറ്റപ്പെടുകയും ചെയ്യുന്നത്. നമുക്ക് ദൈവതിരുസന്നിധിയിൽ ഒരു നിമിഷം ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ജഡികരായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കുമെന്ന്. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജഡത്തിൽ കുടികൊള്ളുന്ന ജഡത്തിൻ്റെ വാസനകളാകുന്ന കോപവും ജഡത്തിൽ കുടികൊള്ളുന്ന കൊതിയും മറ്റു പലതിനോടുള്ള ആസക്തികളുമെല്ലാം അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ അങ്ങ് നിഹനിച്ച്, കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിമോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജഡികമായ ആസക്തികളും കൊതിയുമൊക്കെ ഒരു മാരകപാപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവെ, ശാന്തതയോടും സ്നേഹത്തോടും മറ്റുള്ളവരുടെ അടുത്ത് ഇടപെടുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.